മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നു. എന്താണ് പുറത്തേക്ക് വരുന്ന തീരുമാനങ്ങൾ എന്നറിയാൻ ലോകം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ഒരു ഭാഗത്ത് ഗാസയിൽ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ അതേ സമയത്തു തന്നെ വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേലി സൈന്യം വളരെ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 50-ലധികം ഭീകരരെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിരിക്കുന്നു. അത്രയും ലോകത്തിന് സമാധാനം എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. നമ്മുടെ മാധ്യമങ്ങൾ, കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലൂടെയും നമ്മൾ വാർത്തകൾ നോക്കുമ്പോൾ വലിയ രീതിയിൽ ഇരവാദം, മനുഷ്യത്വം ഒക്കെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേലി സൈന്യം വലിയ ആക്രമണം നടത്തുന്ന വിഷയങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ തന്നെ 20-ലധികം വൻകിട കെട്ടിടങ്ങൾ ഇസ്രായേലി സൈന്യം വെസ്റ്റ് ബാങ്കിൽ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ തന്നെ എടുത്തുയർത്തിക്കൊണ്ടാണ് നിരന്തരം പറയുന്നത് വലിയ രീതിയിൽ ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരത എന്നൊക്കെ. സകല ആളുകളും, പ്രത്യേകിച്ച് ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് മുന്നോട്ട് വെക്കാത്ത ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങള് വെസ്റ്റ് ബാങ്കുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി സൈന്യത്തിന്റെ ചെക്ക് പോസ്റ്റിലേക്ക് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഒരു പലസ്തീനിയന് തോക്കുമായിട്ട് വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി സൈന്യത്തിന്റെ ചെക്ക് പോസ്റ്റിലേക്ക് വെടിയുതിർത്ത് കയറി വന്നിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ വെസ്റ്റ് ബാങ്ക് ഒക്കെ ആയിട്ട് നിരന്തരം നടന്നുകൊണ്ടിരിക്കുക. അതായത് ഈ പലസ്തീനിലെ ഓരോ ഭീകരരും തോക്കുധാരിയ പലസ്തീൻ ആയിട്ടുള്ള ഒരു വ്യക്തി തോക്കുമായിട്ട് വരിക, നേരെ വെടിയുതിർക്കുക. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് സകലതിനെയും അങ്ങ് തീർക്കാതെ, സകല ഹമാസ് ഭീകരരെയും അങ്ങ് തീർക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇസ്രായേലി സൈന്യം വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ വലിയ രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭീകരര് എന്ന് പറയുന്ന, അവർക്ക് മരണപ്പെട്ടാൽ പോലും പ്രശ്നമല്ല, മരണം പോലും പ്രശ്നമില്ലാത്ത കുറച്ച് ആളുകള് ആ ഭീകരരെ ഇസ്രായേൽ തീർത്തിട്ടില്ലെങ്കിൽ ഇസ്രായേലിന് സമാധാനം ഉണ്ടാവില്ല. അത് വളരെ വലിയൊരു യാഥാർത്ഥ്യ. അത്തരത്തിലുള്ള ഓരോ വിഷയങ്ങൾ ഓരോ ദിവസങ്ങളിൽ നടക്കുമ്പോൾ ഇസ്രായേൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഈ വെടിനിർത്തൽ കരാറ് മുന്നോട്ട് പോകുന്ന സമയത്തും വെസ്റ്റ് ബാങ്കില് ഇസ്രായേലി സൈന്യത്തിന്റെ ചെക്ക് പോസ്റ്റുകളിലേക്ക് ഇത്തരത്തിലുള്ള തോക്കുധാരികള്, പലസ്തീനികള് കയറി വരും. പിന്നെ ഇത്തരം ആളുകളെ തീർക്കാതെ ഇസ്രായേൽ സൈന്യം എങ്ങനെയാ മുന്നോട്ട് പോവുക? ഈ മനുഷ്യത്വം പറയുന്ന, ഇരവാദം ഉന്നയിക്കുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ ഒരു ഭാഗം മാത്രം വാർത്ത കൊടുക്കരുത്. എന്തുകൊണ്ടാണ് ഇസ്രായേലി സൈന്യം വെസ്റ്റ് ബാങ്കില് ആക്രമണം തുടങ്ങിയത്, നടത്തുന്നത്, ആക്രമിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചുകൂടെ? ഇത്തരത്തിലുള്ള തോക്കുധാരികൾ ഇസ്രായേലിനെ നിരന്തരം ശല്യപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വെസ്റ്റ് ബാങ്ക് ഇസ്രായേലി വെസ്റ്റ് ബാങ്കിനെ പിടിച്ചെടുക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് മാധ്യമ പ്രവർത്തകര് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ച സമയത്ത് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, അതായത് തന്റെ മേശപ്പുറത്തുള്ള ഒരു പെണ്ണെടുത്തുകൊണ്ട് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അതായത് എക്സിക്യൂട്ടീവ് ഉത്തരവുകൾക്ക് ഒപ്പുവെക്കുന്ന പെണ്ണെടുത്തുകൊണ്ട് അദ്ദേഹം ആ പേന എടുത്തുയർത്തിയിട്ട് പറയാണ്, മിഡിൽ ഈസ്റ്റ് ഇതിന്റെ താഴെ ഭാഗത്താണെങ്കിൽ മുകൾ ഭാഗമാണ് ഇസ്രായേൽ എന്ന്. അതായത് കൃത്യമായിട്ട് ഒരു ഉത്തരം മുന്നോട്ട് വെച്ചിട്ടില്ല, പക്ഷേ ഇസ്രായേലിനെ പിന്തുണയ്ക്കും എന്നുള്ള രീതിയിൽ തന്നെയാ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. അതായത് ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്താൽ അതിനോടും അനുകൂലമാണ് എന്ന രീതിയിൽ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇസ്രായേല് വെസ്റ്റ് ബാങ്കിൽ ഇപ്പൊ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടത്തി മുന്നേറുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങില് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരുപാട് ഹമാസോളികള് വലിയ ആഘോഷം പങ്കുവെച്ചിരുന്നു.
ഹമാസോളികൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നിര തന്നെ വലിയ ആഘോഷമൊക്കെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നടത്തിയിരുന്നു. അത്തരം ആഘോഷങ്ങളൊക്കെ നടത്തുന്ന സകല ആളുകളും കണ്ണിറയെ തന്നെ കണ്ടോളൂ. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റും കൂടിക്കാഴ്ച നടക്കുന്നു. ഒരു രാഷ്ട്രതലവൻ അമേരിക്കൻ പ്രസിഡന്റിനെ ആദ്യമായിട്ട് കാണുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രിയാണ്. ഡൊണാൾഡ് ട്രംപ് മറ്റൊരു രാഷ്ട്രതലവനെ ആദ്യമായിട്ട് കാണുന്നതിൽ ആദ്യ രാഷ്ട്രതലവന് എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു. ഇനി രണ്ടാമത്തെ രാഷ്ട്രതലവൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാ. ഈ 12-13 തീയതികളില് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ അമേരിക്കയിൽ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു. വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ഹമാസ് പ്രേമികൾക്കൊക്കെ എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക? സകല ആളുകളും തിരിച്ചറിയുക, ഡൊണാൾഡ് ട്രംപും കൃത്യമായിട്ട് ഇസ്രായേലിന് സകല രീതിയിലും പിന്തുണ കൊടുക്കുന്നു. ജോ ബൈഡൻ, അതായത് അമേരിക്ക ഡൊണാൾഡ് ട്രംപിന് മുമ്പുണ്ടായിരുന്ന ജോ ബൈഡന് പല രീതിയിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഈ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നതിലൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് മാറ്റിവെച്ചിട്ട് അധികം ആയുധങ്ങളും ഇസ്രായേലിന് കൊടുക്കുമെന്നുള്ള കൃത്യമായ വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇസ്രായേലിനെ ഗാസയിലെ വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ ഭീകരര് നിരന്തരം ചൊറിയുന്നത് കൊണ്ടാണ് നിലവിലും വെസ്റ്റ് ബാങ്കില് ഇസ്രായേലി സൈന്യം വലിയ ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് സകലരും തിരിച്ചറിയുക. മറ്റൊരു വലിയ യാഥാർത്ഥ്യമില്ലേ, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വെടിനിർത്തലൊക്കെയായി ബന്ധപ്പെട്ട് സകല യുദ്ധങ്ങളും അങ്ങ് അവസാനിപ്പിച്ച് ഇസ്രായേലിന്റെ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇസ്രായേലിന് സമാധാനം ഉണ്ടാവുമെന്ന് സുബോധമുള്ള ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആ ഒരു ചിന്ത ആര് ചിന്തിച്ചാലും അതൊരു ആനമണ്ടത്തര. ഈ പലസ്തീനിലെ, ഈ വെസ്റ്റ് ബാങ്കിലെ, ഈ ഗാസയിലെ സകല ഭീകരർക്കും മറ്റൊരു ജോലിയുമില്ല. അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, സകല ജൂതനെയും ലോകത്ത് നിന്ന് ഇല്ലാതാക്കണം. പ്രത്യേകിച്ച് ഇസ്രായേലിലെ സകല ആളുകളെയും ഇല്ലാതാക്കണം. അതിനു വേണ്ടിയിട്ട് അവര് വീണ്ടും തുനിഞ്ഞിറങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ഇസ്രായേൽ ചെയ്യേണ്ടത് കൃത്യമായിട്ട് സകലതിനെയും അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. സകല ഭീകരരെയും അവസാനിപ്പിക്കാതെ ഇസ്രായേലിൽ നിന്നല്ല, ലോകത്തിന് തന്നെ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്.